നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. കലാഷ്നിക്കോവ് എന്ന് ഉറക്ക വിളിച്ചു പറയുന്ന KGF 2 ഒരു രംഗമുണ്ട്. ആ രംഗം പെട്ടെന്നതിനെ ആരും മറക്കാൻ സാധ്യതയില്ല. തോക്കുകൾ ഉയർത്തി വില്ലന്മാർക്ക് നേരെ വെടിയുതിർക്കുന്ന ആ രംഗം. എന്നാൽ എന്താണ് ഈ കലാഷ്നിക്കോവ്? വെറും ഒരു തോക്കല്ല കലാഷ്നിക്കോവ്. അത്യാധുനിക പുതുപുത്തൻ സാങ്കേതിക വിദ്യയോടെ നിർമ്മിച്ച തോക്കുകളാണ് കലാഷ്നിക്കോവ്. ഇനി ഈ തോക്കുകളാണ് ഇന്ത്യൻ സൈനികരുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത്. അത്യാധുനിക കലാഷ്നിക്കോവ് AK-203 അസോൾട്ട് റൈഫിളുകളാണ് ഇനി സൈനികർക്ക് നൽകുന്നത്. റഷ്യയുടെയും ഇന്ത്യയുടെയും സഹകരണത്തോടെയായിരുന്നു അവയുടെ നിർമ്മാണം. ഇത്തരത്തിൽ റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ 35,000-ഓളം റൈഫിളുകൾ പ്രതിരോധ വകുപ്പിന് കൈമാറിയിരിക്കുകയാണ് ഇപ്പോൾ. നിലവിൽ സൈന്യം ഉപയോഗിക്കുന്ന ഇൻസാസ് തോക്കുകൾക്ക് പകരക്കാരനായിട്ടാണ് AK-203യുടെ വരവ്. കശ്മീർ പോലുള്ള ശൈത്യ മേഖലകളിൽ പ്രവർത്തനക്ഷമത നഷ്ടമാകുന്നതും വെടിയുതിർക്കുമ്പോൾ കണ്ണിലേക്ക് എണ്ണ തെറിക്കുന്നതും അമിതഭാരമടക്കമുള്ള പ്രശ്നങ്ങൾ ഇൻസാസിന് വിനയായി. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായ ഇന്തോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഉത്തർപ്രദേശിലെ അമേത്തിയിലെ പ്ലാന്റിൽ ഈ തോക്കുകൾ നിർമ്മിച്ചത്. പരിശോധനകൾക്ക് ശേഷം 10,000 തോക്കുകൾ ആദ്യം സൈന്യത്തിന് കൈമാറി. ബാക്കിയുള്ളവരുടെ പരിശോധന പുരോഗമിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് അഭിയാൻ തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി 6 ലക്ഷത്തോളം റൈഫിളുകൾ നിർമ്മിക്കുന്നതിന് 2021 നവംബറിലാണ് 5,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടത്. കലാഷ്നിക്കോവ് പരമ്പരയിലെ ഏറ്റവും നൂതനമായ റൈഫിളാണ് AK-203. ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കും എന്നത് തന്നെയാണ് AK-203യുടെ ഏറ്റവും വലിയ പ്രത്യേകത. 3.8 കിലോഗ്രാം മാത്രമാണ് ഈ തോക്കുകളുടെ ഭാരം. 705 മീറ്ററാണ് നീളം. AK-203യിൽ 7.62 ഇൻ 39 mm ബുള്ളറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇവ കൂടുതൽ മാരകമാണ്. അതിനാൽ തന്നെ ശത്രുവിനെ വളരെ ദൂരത്തു നിന്ന് തന്നെ വീഴ്ത്താൻ ഈ റൈഫിളുകൾ സഹായിക്കും. AK-203 റൈഫിൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പക്കലുള്ള AK-200 റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന 7.62 ഇൻ 39 mm കാട്രിഡ്ജുകൾ ഇടാവുന്ന തരത്തിലാണ് AK-203 റൈഫിളിൻ്റെ നിർമ്മാണം. കലാഷ്നിക്കോവ് സീരീസിൽപ്പെട്ട തോക്കുകളുടെ വിശ്വാസ്യതയും എളുപ്പത്തിൽ പരിപാലിക്കാവുന്ന പ്രത്യേകതയും AK-203 റൈഫിളിനുണ്ട്. ഗ്യാസ് ഓപ്പറേറ്റഡ് റൊട്ടേറ്റിംഗ് ബോൾട്ട് സാങ്കേതിക വിദ്യയിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. 3.8 കിലോഗ്രാം മാത്രമാണ് തൂക്കം. 690 മില്ലിമീറ്റർ നീളമുള്ള തോക്കിന് 1 മിനിറ്റിൽ 700 റൗണ്ട് വെടിയുണ്ടകൾ പായിക്കാൻ സാധിക്കും. ഒരു മാഗസിനിൽ 30 തിരകളാണുള്ളത്. ശത്രുവിന് 800 മീറ്റർ വരെ ദൂരെ നിന്ന് കീഴ്പ്പെടുത്താനാവുമെന്നതും ശ്രദ്ധേയമാണ്. പുതിയ സീരീസിലുള്ള അസോൾട്ട് റൈഫിളുകൾ എത്തുന്നത് ഇന്ത്യൻ സൈന്യത്തിന് കരുത്തു പകരും. അതിർത്തിയിൽ പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയും. നേരത്തെ ഈ ഇനത്തിൽപ്പെട്ട 70,000-ലധികം തോക്കുകൾ ഇന്ത്യ നേരിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിൽ സൈനിക സാങ്കേതിക രംഗങ്ങളിൽ ശക്തമായ സഹകരണമാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇന്തോ റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പിറവിക്കും വഴിവെച്ചത്. ഭാവിയിലും സാങ്കേതിക വിദ്യയിലൂന്നിയ സംയുക്ത സംരംഭങ്ങൾക്കാകും ഇരു രാജ്യങ്ങളും പ്രാധാന്യം നൽകുക. കലാഷ്നിക്കോവ് റൈഫിൾ കുടുംബത്തിൻ്റെ ഭാഗമായ AK-47ൻ്റെ തന്നെ മറ്റൊരു പതിപ്പാണ് AK-203. ഇന്ത്യൻ കരസേനാ അംഗങ്ങളുടെ ഇൻസാസ് റൈഫിളിന് പകരമാണ് ഇനി ഇവ എത്തുക. കലാഷ്നിക്കോവ് തോക്കുകളുടെ ഏറ്റവും വലിയ ഉപയോക്താക്കളിലൊന്നാണ് ഇന്ത്യൻ സൈന്യം. ഫയർ കൃത്യതയും ബാരൽ ആയുസുമാണ് AK-203 തോക്കുകളുടെ പ്രധാന സവിശേഷതയെന്ന് റഷ്യൻ ആയുധ കയറ്റുമതി ഏജൻസിയും പറയുന്നു. അത്യാധുനിക ശൈലിയിലുള്ള രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും തോക്കിൻ്റെ പ്രത്യേകതയാണ്. മടക്കാനും നിയന്ത്രിക്കാനും സാധിക്കുന്ന ബഡ് സ്റ്റോക്ക്, പിസ്റ്റൾ ഗ്രിപ്പ് തുടങ്ങിയവയാണ് മറ്റ് തോക്കുകളിൽ നിന്നും AK-203നെ വ്യത്യസ്തമാക്കുന്നത്.